വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ഹനില. അപ്പം ഞാൻ ഇന്ന് ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഹാഫ് മോണിറ്റൈസേഷൻ ആയി. ഈ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 കൊല്ലം ആയിട്ടുണ്ടാവും. ഞാൻ പ്രോപ്പറായിട്ട് വീഡിയോസ് ഒന്നും ഇടാറില്ല. ഞാൻ പറഞ്ഞു ഓൾറെഡി ഏണിങ്സിന് വേണ്ടി തുടങ്ങിയതല്ല. ഞാൻ ഇങ്ങനെ എൻ്റെ അനുഭവങ്ങൾ ഒരുപാട് പേര് ചോദിച്ചപ്പോൾ ഓരോരുത്തരും പറയാനുള്ള സമയമില്ല. ഇപ്പം ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും കൂടുതലുള്ളവരടുത്ത് ബ്രേക്ക് ടൈമിലൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയും. എന്നിട്ടും ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് കോൾ സെന്ററിലാണല്ലോ, അടുത്തുള്ളവരടുത്ത് ഇങ്ങനെ സംസാരിക്കും. അപ്പം എല്ലാവർക്കും നമ്മളെ കുറിച്ച് അറിയാനായിട്ട് ഒരു ആഗ്രഹമുണ്ട്. അപ്പം എൻ്റെ ഓഫീസിൽ എല്ലാവരും ആദ്യമായിട്ടാണ് ഒരു ട്രാൻസിനെ പരിചയപ്പെടുന്നത് നേരിട്ട്. അത് എന്നെയാണ്. എന്നെ പരിചയപ്പെടുന്നവർക്കൊക്കെ ഞാനാണ് ആദ്യമായിട്ടുള്ളൊരു ട്രാൻസ്ജെൻഡർ ഫ്രണ്ട്. അവരിങ്ങനെ മീഡിയയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പൊ അവർക്ക് ഇത് അറിയാനായിട്ട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അപ്പൊ അത് ഞാൻ മനസ്സിലാക്കി. പക്ഷെ നമ്മളുടെ കഥകളൊന്നും ഒരിക്കലും തീരുന്നില്ല. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട്, ഈ പറഞ്ഞ പോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, യൂട്യൂബിലൊക്കെ വൈറലാണ്, നേപ്പാളി മലയാളി, നമ്മളുടെ പാലക്കാട്ടുകാരി ഒരാളുണ്ട്, സോന. അവളുടെ ചാനൽ ബെൻസോ എന്നാണ് ചാനലിന്റെ പേര്. അപ്പോൾ അവള് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് മുമ്പ് ഇതുപോലെ യൂട്യൂബൊക്കെ ചെയ്യണം എന്നുണ്ടായിരുന്നു. കാരണം കുറേ പേര് ട്രാൻസിനെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അവർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഉത്തരം പറയാൻ കിട്ടുന്നില്ല. പക്ഷെ അതെല്ലാം എനിക്കറിയാമായിരുന്നു കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട്. അപ്പൊ എനിക്കൊരു അവസരം കിട്ടിയതാണ്, എനിക്കിത് പറഞ്ഞു കൊടുക്കാമായിരുന്നു. ഇപ്പൊ നമ്മൾ ട്രാൻസാന്നുള്ളത് എല്ലാവർക്കും അറിയാം, പക്ഷെ അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ചിലവർക്ക് അറിയില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ മനസ്സുകൊണ്ട് പെണ്ണും ശരീരം കൊണ്ടാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അത് വ്യക്തമായിട്ട് എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എനിക്കതുപോലെ ചെയ്താൽ മതി, മറ്റുള്ളവർക്ക് അത് അറിയിക്കണം എന്നുള്ള രീതിയിൽ. അപ്പൊ ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ പണ്ട് ഇതുപോലെ വീഡിയോസ് ഒന്നും ചെയ്യില്ല. ഇങ്ങനെ ഞാൻ ഒരു ക്രോമസോമിന്റെ എന്തൊരു കാര്യം ഇങ്ങനെ ചർച്ച ചെയ്ത സമയത്ത് ഞാൻ ഇങ്ങനെ സയൻസ് ടേം ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ വരച്ചിട്ട് എഴുതിയിട്ടൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അന്ന് ഇങ്ങനെ യൂട്യൂബ് ചാനലിനെ കുറിച്ചൊന്നും എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നൊന്നും അറിയില്ല. അപ്പോ ഈ പറഞ്ഞ പോലെ ഇപ്പൊ യൂട്യൂബിലാണെങ്കിലും ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, യൂട്യൂബിൽ നല്ല ഏണിങ്സ് ആവട്ടെ, നല്ല സബ്സ്ക്രൈബർ ആവട്ടെ എന്നുള്ള രീതിയിൽ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഏണിങ്സിന് വേണ്ടിയിട്ടല്ല, എൻ്റെ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തണം, അതിലൂടെ അവർക്കൊരു ഉപകാരം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ചെയ്യുന്നത്. വരുമാനത്തിനായിട്ട് എനിക്ക് ജോലി മതി, എനിക്ക് ഇതിനോട് വരുമാനം ഉണ്ടാക്കണം എന്നില്ല. ഈ പറഞ്ഞ പോലെ യൂട്യൂബിൽ തന്നെ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വരുമാനം ഉണ്ടാക്കാനാണെങ്കിൽ എനിക്ക് ഫാഷൻ ഡിസൈനിങ്ങിന്റെയോ അല്ലെങ്കിൽ ഡ്രേപ്പിങ്ങിന്റെയോ അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ മേഖലയിലൂടെ നമുക്ക് ചാനൽ തുടങ്ങാം. പക്ഷെ ഇത് ട്രാൻസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനൊരു വീഡിയോ ഇടുന്നത്. ഇതിലൂടെ ഒരുപാട് പേർക്ക് ഹെൽപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അതിലൊരു സന്തോഷം. പൊതുവെ എനിക്ക് സോഷ്യൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്, ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് പറ്റാവുന്ന ഹെൽപ്പുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ എൻ്റെ ലൈഫിലൂടെ, എൻ്റെ എക്സ്പീരിയൻസിലൂടെ അവർക്ക് മനസ്സിലാവാൻ പറ്റുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാം. പൂർണ്ണമായിട്ടും ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റില്ല. എൻ്റെ ഒരു ലൈഫ് തന്നെ ആയിരിക്കില്ല എല്ലാവർക്കും ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇത് തുടങ്ങിയത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫ്രണ്ട് ചെയ്യുന്നത് കണ്ടു. അപ്പൊ എനിക്കത് ഒരു മോട്ടിവേഷൻ ആയിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഓഫീസിൽ ചില കാരണങ്ങളാൽ, അത് ഞാൻ കഥ പറയാം, ചില കാരണങ്ങൾ കൊണ്ട് ഞാൻ ആ ഓഫീസിൽ നിന്ന് ജോലി നിർത്തിയിട്ട് വീട്ടിലിരിക്കുകയായിരുന്നു. കാരണം എനിക്ക് ഇനി ഒരു ജോലി കിട്ടില്ല എന്ന് ഉറപ്പാണ് ആ ഒരു വീട്ടിലിരിക്കുന്ന സമയത്ത്. പക്ഷെ എനിക്കൊരു വീട്ടിൽ സ്റ്റേയും ഉണ്ട്, ഫുഡും ഉണ്ട്, അതുകൊണ്ട് പേടിയില്ല. വരുമാനം എന്നാലും വേണം, പക്ഷെ എന്നാലും എനിക്കൊരു ധൈര്യമാണ് എൻ്റെ ഏട്ടൻ അല്ലെങ്കിൽ അമ്മ എന്നെ ഹെൽപ്പ് ചെയ്യും. അപ്പോഴും എനിക്കൊരു മൊബൈൽ റീചാർജിനുള്ള കാശ് കിട്ടിയാൽ മതി, ബാക്കി നമുക്ക് വീട്ടിൽ നിന്നെല്ലാം കിട്ടുമല്ലോ. എന്ത് ആണെങ്കിലും വീട്ടുകാർ നോക്കും. പിന്നെ നമ്മളുടെ ആഗ്രഹങ്ങൾ നടക്കില്ല, ഡ്രസ്സ് വാങ്ങിക്കണം അല്ലെങ്കിൽ പുറത്ത് പോകണം, അങ്ങനെയൊന്നും നടക്കില്ല. നമുക്ക് വേണ്ട കാര്യങ്ങൾ, അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടും. അങ്ങനെ ഞാൻ വീട്ടിൽ 10 ദിവസം വെറുതെ ഇരുന്നു എന്ന് പറയാൻ പറ്റില്ല. ആ സമയത്താണ് ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ ഒരാളുടെ യൂട്യൂബേഴ്സിന്റെ വീഡിയോ കണ്ടിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് ആ വീഡിയോ കണ്ടിട്ട് അതുപോലെ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്തു. കുറേ ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും അറിയില്ല. അപ്പൊ അങ്ങനെ ഞാൻ കുറെ റിസർച്ച് ചെയ്തിട്ടാണ് ഞാൻ ആദ്യത്തെ ഒരു വീഡിയോ ഒരുപാട് സമയം എടുത്തിട്ടാണ് ഇട്ടത്. അപ്പൊ അത് നമുക്കൊരു സന്തോഷമായിരുന്നു. അതുപോലെ ഞാൻ ഈ ആദ്യമായിട്ട് വീഡിയോ ഇടുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഒരു ഫോണേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഏട്ടൻ ഒരു ഫോണും കൂടെ തന്നു. അതുപോലെ അത് വെച്ചിട്ടാണ് ഈ ഫോണിൽ ഷൂട്ടും ചെയ്യും, അതിൽ വോയിസും കൊടുക്കും. അങ്ങനെ രണ്ടും കൂടെ സിങ്ക് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ടൊക്കെയാണ് പോസ്റ്റ് ചെയ്യണത്. ഇതൊക്കെ ഞാൻ യൂട്യൂബ് നോക്കിയിട്ടാണ് ഈ സിങ്ക് ചെയ്യണതും എഡിറ്റ് ചെയ്യണതും പോസ്റ്റ് ചെയ്യണതും ഒക്കെ ഞാൻ പഠിച്ചത്.
അതുപോലെ നമുക്ക് ഇങ്ങനെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഉണ്ട്, നമുക്ക് ഇങ്ങനെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഉണ്ട്, അതൊന്നും എനിക്കറിയില്ല. പക്ഷെ അതൊക്കെ ഞാൻ മനസ്സിലാക്കി, കുറെ വീഡിയോസ് ഒക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ആ ഒരു റൂൾസ് പ്രകാരമാണ് ഞാൻ ഈ വീഡിയോസ് ഒക്കെ ചെയ്തത്. അതുപോലെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ എൻ്റെ വീട്ടിലൊന്നും അല്ല ചെയ്യാറ്, പുറത്ത് പാടത്തൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്കപ്പോൾ യൂട്യൂബ് സ്റ്റാൻഡ് ഇല്ല, മൈക്ക് ഇല്ല, നമ്മളുടെ ഹെഡ്സെറ്റിലെ മൈക്ക് തന്നെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. യൂട്യൂബ് സ്റ്റാൻഡ് ഞാൻ മരത്തിന്റെ ചെല്ലകൾക്കിടയിൽ കമ്പിലൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഫോണ് വെച്ചിട്ട് വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് ഞാൻ ചെയ്തത്. പക്ഷെ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലാണ് ഞാൻ ചെയ്തത്. പക്ഷെ പിന്നെ അത് ഡെവലപ്പായി ഈ പറഞ്ഞ പോലെ യൂട്യൂബ് സ്റ്റാൻഡൊക്കെ ഞാൻ വാങ്ങി. പിന്നെ യൂട്യൂബ് മൈക്ക് വന്നിട്ട് എനിക്കൊരു ഫ്രണ്ട് എനിക്ക് സ്പോൺസർ ചെയ്തതാണ്. പിന്നെ അത് രണ്ടും. പിന്നെ എനിക്ക് ഫോണ് അതുപോലെ എൻ്റെ ബ്രദർ തന്നെ എനിക്ക് കുറച്ചുകൂടെ നല്ലത്, ഇപ്പൊ യൂസ് ചെയ്യുന്ന ഫോൺ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ട്, എൻ്റെ ബ്രദറാണ് എനിക്ക് തന്നത്. എൻ്റെ ഫോണുകളെല്ലാം എനിക്ക് ബ്രദർ തന്നെയാണ് വാങ്ങി തന്നിട്ടുള്ളത്, ഞാനായിട്ട് വാങ്ങിയിട്ടില്ല. അപ്പോൾ അങ്ങനെ അതുപോലെ ഈ പറഞ്ഞ പോലെ ഞാൻ കറക്റ്റ് പ്രോപ്പറായിട്ട് വീഡിയോസ് ഇടുകയാണെങ്കിൽ ഒരു പക്ഷെ പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആവും. ഇപ്പൊ ഹാഫ് മോണിറ്റൈസേഷൻ ആണ്, ഫുൾ മോണിറ്റൈസേഷനും പെട്ടെന്ന് ആയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ പ്രോപ്പറായിട്ട് വീഡിയോസ് ഇടുന്നില്ല. കറക്റ്റായിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സബ്സ്ക്രൈബർ കൂടും, മോണിറ്റൈസേഷൻ ആവും, നമുക്ക് ഇതിന് ഏണിങ്സ് ഒക്കെ കിട്ടും. പക്ഷെ എനിക്ക് അങ്ങനെ ഏണിങ്സിനോട് വലിയ താല്പര്യമില്ല. ഇപ്പം നമ്മൾ ആ ഏണിങ്സിന്റെ മൈൻഡോട് കൂടെ ചെയ്യുകയാണെങ്കിൽ ഡെയിലി നമ്മൾ വീഡിയോസ് ഇടണം, ഡെയിലി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കില്ല. ഞാൻ എൻ്റെ ട്രാൻസിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീഡിയോസ് ഇടുന്നത്, എൻ്റെ അനുഭവങ്ങൾ ആണ് ഇടുന്നത്. അപ്പം നമ്മൾ ആ ഒരു ഏണിങ്സിന് വേണ്ടി വീഡിയോസ് ഇടുമ്പോൾ ഇത്രയും റിയാലിറ്റി അതിൽ വരില്ല. ഞാൻ ചിലപ്പോൾ ഓരോ കഥകൾ ഉണ്ടാക്കി പറയേണ്ടി വരും. ഇതിപ്പോൾ ഞാൻ എൻ്റെ കഥകൾ ഇങ്ങനെ പറയുന്നു, അത് റിയാലിറ്റിയാണ്. അപ്പോൾ എനിക്ക് ആ ഒരു രീതിയിൽ ചിലപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിച്ചിടുമ്പോൾ ചിലപ്പോൾ നമുക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് പുതിയ പുതിയ കാര്യങ്ങൾ സംസാരിക്കും. അതിനോട് എനിക്ക് താല്പര്യമില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു കണ്ടന്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ കുറെ പ്രാക്ടീസ്, ഓരോ യൂട്യൂബേഴ്സ് അങ്ങനെയാണ് ചെയ്യുന്നത്, പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ട് വീഡിയോസ് ഇടുന്നത്. ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞ് എനിക്ക് തോന്നുമ്പോൾ ക്യാമറ ഓൺ ചെയ്യും. ഇപ്പൊ കുറച്ച് ഞാൻ ഒരുങ്ങുന്നുണ്ട്, കാരണം ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞിട്ട്. ഞാനിപ്പോൾ പാടത്ത് ഷൂട്ട് ചെയ്തത് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പാടം കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷെ എന്നാലൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല, ഇങ്ങനെ ഓലയൊക്കെ താഴെ വീണ് കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒരു ഭംഗി തോന്നില്ല. അപ്പൊ ഞാൻ ആദ്യം അച്ഛന്റെ റൂമിലൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അപ്പുറത്താണ് അച്ഛന്റെ റൂം. അപ്പൊ അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഫുൾ ഇങ്ങനെ ഓരോ സാധനങ്ങൾ വെച്ചിട്ട് നീറ്റ്നെസ് ഇല്ല. അങ്ങനെയാണ് ഞാൻ ഇത് എൻ്റെ ചേച്ചിയുടെ റൂമാണ്. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ക്ലാരിറ്റി ആക്കി ഞാൻ. ഇത് ബാക്ക്ഗ്രൗണ്ട് ഈ ഒരു സ്ഥലത്താണ് എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് കുറച്ച് കംഫർട്ടബിൾ. പക്ഷെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആദ്യം എനിക്ക് കേൾക്കുമെന്നുള്ളൊരു ടെൻഷനും ഇതൊക്കെ ഉണ്ട്, സംസാരിക്കാൻ ഒരു മടിയൊക്കെയാണ്. ഇപ്പൊ പിന്നെ ശീലമായി. ഞാൻ ഈ റൂം ഫ്രീ ആകുമ്പോഴേ ഞാൻ ചെയ്യുള്ളൂ, അത് എൻ്റെ വീട്ടിലെല്ലാവരും പോയതിനു ശേഷം. ഇപ്പൊ ഇന്നെന്ന് പറയുകയാണെങ്കിൽ കുട്ടിയെടുത്ത് ഞാൻ പറഞ്ഞു, അത്ര നേരം അവള് TV കാണുമായിരുന്നു, ഫുൾ ടൈം TV കാണും, വെക്കേഷനൊക്കെ ആണല്ലോ. അപ്പൊ വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവൾ അടുത്ത് പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. ചേച്ചിയും പണിയിലാണ്. അപ്പോൾ ആ സമയത്താണ് ഞാനിപ്പോൾ ഇത് ഷൂട്ട് ചെയ്യണത്. അച്ഛൻ പുറത്തു പോയി. രാവിലെ തന്നെ ഞാൻ സാരിയൊക്കെ കൊടുത്ത് വെച്ച്, പിന്നെ കുറച്ച് നേരം വർക്ക് ചെയ്തു, ഇത്രയും നേരം വർക്ക് ചെയ്തു, സാരിയൊക്കെ കൊടുത്ത് കമ്മലൊക്കെ വെച്ചു. പിന്നെ ഇപ്പം ഞാൻ വിഗ് വെച്ചിട്ട് ജസ്റ്റ് ഫേസിൽ ക്രീം അപ്ലൈ ചെയ്തിട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവർ പോകുന്ന തിരക്കിലാണ് ഞാൻ, അവർ പോയി കഴിയുമ്പോൾ വീട് ഒഴിയുമ്പോഴാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോഴും റിസ്ക് എടുത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ യൂട്യൂബ് വീഡിയോ സ്റ്റോപ്പ് ചെയ്യണം തന്നെയാണ് ആഗ്രഹം. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇനി അതൊക്കെ എനിക്ക് വീഡിയോസ് ആയിട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മളുടെ കഥകൾ പുറത്ത് പറയുന്നത് മറ്റുള്ളവർക്ക് ഒരു ഉപകാരം, അതിലൂടെ നമുക്കൊരു വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇപ്പൊ മോണിറ്റൈസേഷൻ ആയി, ഹാഫ് മോണിറ്റൈസേഷൻ ആയിട്ടുള്ളൂ. ഫുൾ മോണിറ്റൈസേഷൻ ആകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ബെനിഫിറ്റ്സ് ഉണ്ടാവും. അത് ആവുമ്പോൾ ആവട്ടെ, എനിക്ക് അതിനോട് അങ്ങനെ ആർത്തിയൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും ഒരു സന്തോഷമാണ്. കാരണം ഇതൊക്കെ ചിലവർ ആഗ്രഹിക്കുന്നവരാണ്. ഇപ്പൊ യൂട്യൂബിലൊക്കെ ഞാൻ ഇങ്ങനെ റിസർച്ച് ചെയ്യുമ്പോൾ ഓരോ വീഡിയോസിനൊക്കെ റിസർച്ച് അതിന്റെ താഴെ കുറെ പേര് കമന്റ് ചെയ്യും, 500 സബ്സ്ക്രൈബർ പോലും ആയില്ല, 1000 പോലും ആയില്ല. അങ്ങനെ പറയുമ്പോൾ ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് അതിലും കൂടുതലാണ്. അപ്പോൾ ഇത് ഈ ഹാഫ് മോണിറ്റൈസേഷൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഒരുപാട് പേരുണ്ടാവും. ഞാൻ ഇതിനെക്കുറിച്ച് ആഗ്രഹിച്ചില്ല, എന്നിരുന്നാലും കിട്ടിയപ്പോൾ ഒരു സന്തോഷമുണ്ട്. എല്ലാവരും അത് ആഗ്രഹിക്കുന്ന ഒരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് 1000 സബ്സ്ക്രൈബർ ആവണം, അല്ലെങ്കിൽ ഹാഫ് മോണിറ്റൈസേഷൻ അല്ലെങ്കിൽ ഫുൾ മോണിറ്റൈസേഷൻ ആകുമ്പോൾ ഒരു സന്തോഷമാണ്. ഇതിൽ ഞാനും സന്തോഷിക്കുന്നു. ഞാൻ സന്തോഷിക്കലിനും കൂടുതൽ നിങ്ങൾ സന്തോഷിക്കുന്നതാണ് ഞാൻ കരുതുന്നത്.
പിന്നെയെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുന്നത്. നിർത്തണം തോന്നുമ്പോഴും ഞാൻ പിന്നീടും ചെയ്യാൻ ഒരു മോട്ടിവേഷൻ നിങ്ങളുടെ കമൻസ് ആണ്. അപ്പോൾ നെഗറ്റീവ് കമൻസ് എനിക്ക് കുറവാണ്. പിന്നെ എനിക്ക് യൂട്യൂബിൽ മാത്രമേ ചാനലുള്ളൂ. ഫേസ്ബുക്കിൽ ഞാൻ ഇതിന്റെ പേരിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കുറേ പേര് ചോദിച്ചതുകൊണ്ട്, പക്ഷെ അതിൽ ഞാൻ വീഡിയോസ് ഒന്നും ഇടാറില്ല. ഒന്നാമത് യൂട്യൂബ് എന്ന് പറയുമ്പോൾ എല്ലാവരും സെർച്ച് ചെയ്ത് കാണുന്ന വീഡിയോസ് ആണ്. ഫേസ്ബുക്കിലൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നും നെഗറ്റീവ് കമന്റ്സ് കൂടുതലായിരിക്കും. അപ്പോൾ എനിക്ക് അതിനോട് താല്പര്യമില്ല. പിന്നെ ഇൻസ്റ്റാഗ്രാം എനിക്ക് യൂസ് ചെയ്യാനും അറിയില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് മൊബൈലിനെ കുറിച്ച് വലിയ അറിവില്ല. പറഞ്ഞു തരുമ്പോഴാണ് എനിക്കൊരു കാര്യം പ്രത്യേകിച്ച് പറയാനുണ്ട്. ഇപ്പൊ ഹാഫ് മോണിറ്റൈസേഷൻ ആയി, പക്ഷെ അത് അപ്ലൈ ചെയ്യാനൊന്നും എനിക്ക് അറിയില്ല. ഞാൻ ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് അത് അപ്ലൈ ചെയ്തിട്ട് ആവുന്നില്ല. അപ്പൊ ഞാൻ എൻ്റെ യൂട്യൂബിൽ തന്നെ ഒരാൾ കമന്റ് ചെയ്ത ഒരു യൂട്യൂബർ ഉണ്ട്, അവരുടെ അടുത്തൊക്കെ ചോദിച്ചു. അപ്പൊ അവരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ കുറച്ച് ആശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. 2-3 യൂട്യൂബേഴ്സ് ഉണ്ട്, പക്ഷെ എല്ലാവരും നമുക്ക് പറഞ്ഞു തരണമെന്നില്ല. അവര് അറിഞ്ഞില്ലെങ്കിൽ കൂടെ കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് അവരതൊക്കെ ചെയ്തത്. എന്നിരുന്നാൽ കൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അറിയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് അവസാനം ഞാൻ തന്നെ ഒരുപാട് റിസ്ക് എടുത്തിട്ട് കുറെ യൂട്യൂബേഴ്സിന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഞാൻ കുറെ പരിശ്രമിച്ചു, അത് ശരിയായില്ല. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം രാവിലെ എണീക്കുന്നത് ഓട്ടോമാറ്റിക്കലി ശരിയായിട്ടുണ്ടായിരുന്നു. പാസ് കീ എന്റെ വർക്കിംഗ് ആയിരുന്നില്ലായിരുന്നു. അങ്ങനെ അത് കംപ്ലീറ്റ് ആയി, ഒരുവിധം സക്സസ് ആയി. അത് മോണിറ്റൈസേഷൻ ഞാൻ എനേബിൾ ചെയ്തു. കാരണം നമുക്കത് 3000 വാച്ച് അവറും 500 സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞാലാണ് ഹാഫ് മോണിറ്റൈസേഷൻ ആവുക. അപ്പൊ ഞാനത് ആയി കഴിഞ്ഞിട്ട് അത് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യാനായിട്ട് എനിക്ക് ആ ഓപ്ഷൻ കിട്ടുന്നില്ല, വർക്കിംഗ് ആവുന്നില്ല. എന്ത് കംപ്ലൈന്റ് എന്ന് അറിയില്ല. ദൈവം സഹായിച്ചിട്ട് അത് ശരിയായി. എന്താന്ന് വെച്ചാൽ ഇപ്പൊ എനിക്കത് ഏണിങ്സ് കിട്ടണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അതിന് വേണ്ടി തുടങ്ങിയതല്ല. പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്തു, നമ്മൾ എന്തായാലും അത്രയും ഒരു ക്രൈറ്റീരിയ ഒക്കെ കംപ്ലീറ്റ് ചെയ്തു, അപ്ലൈ ചെയ്ത് അതൊന്ന് വല്ലതും കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ലതല്ലേ. ഇപ്പൊ വീഡിയോസ് ചെയ്തിട്ട് നമ്മൾ സമയമൊക്കെ കളഞ്ഞ് ചെയ്യുന്നതാണ്, അതൊന്നും നമുക്കൊരു വരുമാനം കിട്ടും, നമ്മൾ വെറുതെ കളയണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ അത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിച്ചത്. അപ്പൊ അത് അപ്ലൈ ചെയ്തു. ഇനി ഫ്യൂച്ചറിൽ എമൗണ്ട്സ്, അതായത് മണി, അതായത് ഏണിങ്സ് കിട്ടുമായിരിക്കാം. പക്ഷെ ഞാൻ ഇപ്പോഴാണെങ്കിലും ഇനി വീഡിയോസ് ഇടുകയാണെങ്കിലും ഞാൻ എൻ്റെതായ ഒരു റൂൾസ് ഉണ്ട്. ഞാൻ മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ളത് മാത്രമേ വീഡിയോസ് ആക്കി ഇടുകയുള്ളൂ. ഫ്യൂച്ചറിൽ എന്താണ് പ്ലാൻ എന്നറിയില്ല. ഇപ്പൊ അങ്ങനെ കഥകളൊക്കെ തീരുകയാണെങ്കിൽ വല്ല റീൽസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യും. എല്ലാവരും ചെയ്യുന്ന രീതിയിൽ റീൽസ് വല്ലതൊക്കെ ചെയ്യാൻ ചിന്തിക്കുന്നു. അല്ലെങ്കിൽ ഡിസൈനിങ്ങിന്റെയോ ഫാഷൻസിന്റെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കരുതുന്നു. അപ്പോ എൻ്റെ ഇതിപ്പോ ഒരുപാട് യൂട്യൂബേഴ്സ് ഇപ്പൊ എല്ലാവരും യൂട്യൂബ് വീഡിയോസ് തുടങ്ങുന്നതാണ്. അപ്പൊ ഞാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ ഒരുപാട് പേര് തുടങ്ങിയിട്ടുണ്ട്. അവരൊക്കെ എനിക്കിങ്ങനെ മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്. അപ്പൊ എല്ലാവരും യൂട്യൂബ് വീഡിയോസ് തുടങ്ങുന്നത് നല്ലത് തന്നെയാണ്. ഒരു ഏണിങ്സ്, അവരൊക്കെ ഏണിങ്സ് ആഗ്രഹിച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ അവർക്കൊക്കെ ഇങ്ങനെ സബ്സ്ക്രൈബ് ആവാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക. അപ്പൊ അവർ എൻ്റെ അടുത്ത് ഡൗട്ട്സ് ഒക്കെ ചോദിക്കും. ഞാനും എനിക്ക് അറിയുന്ന കാര്യങ്ങൾ എല്ലാവരുടെ അടുത്തും പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞാൻ യൂട്യൂബർ ആണെന്ന് അറിയുമ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത്, ഇപ്പൊ ഞാൻ ട്രാൻസിന്റെ ഹെൽപ്പ് ചെയ്യുന്ന പോലെ എൻ്റെ അടുത്ത് ചോദിക്കും. പക്ഷെ നമ്മൾ ഒരാളുടെ അടുത്ത് ചോദിക്കുമ്പോൾ ആരും ഒന്നും പറഞ്ഞില്ല. ഇപ്പൊ ഞാൻ ട്രാൻസ് ആയിരിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സിന്റെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ സർജറിയുടെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരാളും പറഞ്ഞു തരാറുണ്ടായിരുന്നില്ല. ഇപ്പൊ യൂട്യൂബിന്റെ കാര്യങ്ങളാണെങ്കിൽ നമ്മളെ സഹായിക്കാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ആശ്വസിപ്പിക്കാനായിട്ട് വിരലിൽ ഒന്നാവുന്ന 1-2 പേരൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ കൂടെ എൻ്റെ ഒരു സ്ട്രഗ്ലിങ്ങോട് കൂടെ തന്നെ ഞാൻ അത് അപ്ലൈ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തത്. എന്നിട്ട് ഞാൻ ഡൗട്ട് ചോദിച്ച ആള് പറഞ്ഞു, അനിൽ ഇത്രയും ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ദൈവമാണ് എല്ലാം കൂട്ട്. എനിക്കൊന്നും അറിയാത്ത കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വരുമ്പോൾ എൻ്റെ ദൈവത്തിന്റെ സഹായത്തിലാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ കരുതുന്നു. ദൈവവിശ്വാസിയാണ്. പക്ഷെ ഞാൻ ദൈവത്തിന്റെ അടുത്ത് പോയിട്ടൊന്നും ഇത് വേണം അത് വേണം ഞാൻ പ്രാർത്ഥിക്കാറില്ല. ദൈവവിശ്വാസിയാണ്. ഞാൻ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ സമാധാനം കിട്ടണമെന്ന് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ. വേറെ ഞാനൊന്നും പ്രാർത്ഥിക്കാറില്ല. കുട്ടിക്കാലത്തൊക്കെ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, എക്സാം പാസ്സാവണം, ഇത്ര മാർക്ക് കിട്ടണം എന്നൊക്കെ പ്രാർത്ഥിക്കും. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, നമുക്ക് താൻ പാതി ദൈവം പാതി എന്നാണ്. നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നു, പക്ഷെ നമുക്ക് നടക്കുന്നതേ നടക്കുള്ളൂ. അപ്പൊ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചതുകൊണ്ട് നമുക്കത് നടക്കണമെന്നില്ല. പക്ഷെ എനിക്ക് പ്രാർത്ഥിച്ചതിൽ ഒരു കാര്യം നടന്നിട്ടുണ്ട്. അത് ഞാൻ പിന്നീട് ഒരു സമയത്ത് പറയും. അത് വലിയൊരു സസ്പെൻസ് ആണ്. എൻ്റെ ലൈഫിലെ ഏറ്റവും ആഗ്രഹിച്ചൊരു കാര്യം എനിക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പതുക്കെ അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ പറയാം. അപ്പോ പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ മോണിറ്റൈസേഷൻ ആയെങ്കിൽ കൂടെ ഞാനിപ്പോ ചിന്തിക്കുന്നത് അറിയില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോസ് പ്രോപ്പറായിട്ട് ഇടുന്നില്ല, വല്ലപ്പോഴൊക്കെയാണ് ഇടുന്നത്. ചിലപ്പോൾ ഞാൻ ഒരുപക്ഷെ ഇനിയിപ്പോ മാസത്തിലൊക്കെ ഒരു വീഡിയോ ഇടാന്ന് കരുതുന്നു, ജോലി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് കരുതുന്നു. പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ കുറെ പേരൊക്കെ എന്നെ യൂട്യൂബിൽ
അത് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. എൻ്റെ ഫ്രണ്ട്സും അല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുന്ന കുറേ പേര് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് സാഹചര്യം ശരിയല്ലാത്ത കൊണ്ട് ജോലിയിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ നമുക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല ഏർണിങ്സ് ഉണ്ടാവും, കുറച്ച് അത്യാവശ്യം ലാവിഷായിട്ട് ജീവിക്കാം. എനിക്ക് യൂട്യൂബിൽ നിന്ന് ഏർണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീഡിയോസ് ഇടാൻ മടിയ എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ തവണ ഒരു വീഡിയോ ലെങ്ത് കൂടിയത് കൊണ്ടാണോ ജിബിയുടെ പ്രശ്നമാണോ റേഞ്ചിന്റെ പ്രശ്നമാണോ നല്ല പോസ്റ്റ് ആവുന്നേ ഇല്ല. ഒരു 3-4 ദിവസമൊക്കെ എടുത്തു. വീഡിയോ ചെയ്ത് വെച്ചിട്ട് അത് പോകുന്നേ ഇല്ല. പല ഫോണിലും പല സിമ്മിലും ഒക്കെ മാറ്റി ഞാൻ, എന്നിട്ടും ആവുന്നില്ല. അതും ഈ പറഞ്ഞ പോലെ ദൈവം സഹായിച്ചിട്ട് അത് പോസ്റ്റ് ആയി. അപ്പൊ ഇങ്ങനെ ഓരോ ഇഷ്യൂസാണ് വരുന്നത്. ഇനിയിപ്പോ എനിക്ക് വൈഫൈ കണക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോസ്റ്റ് ചെയ്യാം, അപ്ലോഡ് ആവും. അല്ലാന്നുണ്ടെങ്കിൽ സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. എനിക്ക് സിസ്റ്റം ഇല്ല, സാധാ ഫോണാണല്ലോ. അപ്പോ യൂട്യൂബ് വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് അത് ജോലിക്ക് തടസ്സമാവും ചില സമയത്ത്. ഇപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്ത് തീർത്താലേ എനിക്ക് അടുത്ത് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ രാവിലെ എണീച്ച് ജോലി ചെയ്യുന്നു, അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നു. ഇപ്പൊ യൂട്യൂബ് വീഡിയോ ഞാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം എഡിറ്റ് ചെയ്യും, അടുത്ത ദിവസം ഞാൻ പോസ്റ്റ് ചെയ്യണം. അത് പോസ്റ്റ് ആവാതിരിക്കുമ്പോൾ എനിക്ക് ജോലിക്ക് ഒരു തടസ്സം പോലെ തോന്നും. കാരണം ഒരു ജോലി കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത ജോലി ചെയ്യാനാണ് എനിക്ക് പൊതുവെ എനിക്ക് മൾട്ടിപ്പിൾ ഒരേ സമയം ഒന്നിലധികം ജോലികൾ ചെയ്യും. പക്ഷെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത കാര്യത്തിലേക്ക് പോവുള്ളൂ. അപ്പൊ എനിക്കത് മനസ്സിലൊരു ബുദ്ധിമുട്ടാണ്. ഈ പറഞ്ഞ പോലെ ആരുടെങ്കിലും കടം വാങ്ങിയാലും ഉറക്കം വരില്ല. ഞാൻ അങ്ങനെ കടം വാങ്ങിക്കൂല, പക്ഷെ കുറെ പേർക്ക് കൊടുക്കും. അങ്ങനെ എനിക്ക് ഒരു പ്രത്യേക സ്വഭാവമാണ്. എൻ്റെ വളർന്ന സാഹചര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പോ അങ്ങനെയാണ്. പിന്നെന്താണ്, ഒരു സന്തോഷം എന്തായാലും മോണിറ്റൈസേഷൻ ആയതിൽ സന്തോഷം. ഇനിയും അങ്ങോട്ട് മുന്നോട്ട് പോകും. പിന്നെ നിങ്ങൾക്ക് പറ്റാവുന്ന ഹെൽപ്പുകളൊക്കെ ഞാൻ എൻ്റെ ഒരു ലൈഫ് സ്റ്റോറിയിലൂടെ നിങ്ങളിലോട്ട് എത്തിക്കുന്നതായിരിക്കും. ഹെൽപ്പുകൾ ഇപ്പൊ കുറെ പേര് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ മാക്സിമം നമ്പർ കൊടുക്കാറില്ല. പിന്നെ അത്രയും അത്യാവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം എനിക്ക് സിമ്പതിയാണ്, അപ്പൊ ഞാൻ സംസാരിക്കാറുണ്ട്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ കുറെ പേര് ഇങ്ങനെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, കുറെ പേര് സംസാരിക്കുന്നുണ്ട്, കുറെ പേർക്ക് മെസ്സഞ്ചറിൽ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. റിപ്ലൈ കിട്ടാത്തവര് വിഷമിക്കരുത്, ഞാൻ വല്ലപ്പോഴൊക്കെ റിപ്ലൈ തരും. ഞാൻ തിരക്ക് കാരണമാണ്, അങ്ങനെ തന്നെ ചിന്തിക്കണം. പിന്നെ എനിക്ക് ഫുൾ ടൈം ഫോൺ യൂസ് ചെയ്യാനും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഒന്നാമത് ഓൺലൈൻ ജോലിയാണ്, പിന്നെ യൂട്യൂബ് നമ്മളെ ഫോണിലാണ് ചെയ്യുന്നത്. പിന്നെ മെസ്സഞ്ചറിലൊക്കെ ഇരുന്ന് സമയം കളയാനും വയ്യ. നേരിട്ടൊക്കെ ആണെങ്കിൽ കുറെ സംസാരിക്കാം. പിന്നെ പറ്റുമെങ്കിൽ നേരിട്ടൊക്കെ കാണാൻ അവസരം കിട്ടുവാണെങ്കിൽ ഞാൻ പറയാം, അങ്ങനെ നമുക്ക് സംസാരിക്കാം. നേരിട്ട് കണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും സംസാരിക്കാൻ, കുഴപ്പമില്ല. എനിക്കിങ്ങനെ ഫോണിലൂടെ സംസാരിക്കാൻ കുറച്ച് പ്രയാസം. നേരിട്ടാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടൊക്കെ കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് പറ്റും. എനിക്കൊരു ടൈം പാസ് ആയി, അല്ലെങ്കിൽ എനിക്കൊരു ഹാപ്പിനെസ് ആയി, അങ്ങനെയൊക്കെ ചിന്തിക്കാൻ നോക്കാം. ഫ്യൂച്ചറിൽ എനിക്ക് അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ എല്ലാവരുടെ അടുത്തും സംസാരിക്കാം. അപ്പൊ ഒരിക്കൽ കൂടെ എല്ലാവർക്കും നന്ദി. അതായത് ഹാഫ് മോണിറ്റൈസേഷൻ ആയി, എന്നെക്കാളും നിങ്ങൾ സന്തോഷിക്കുമെന്ന് ഞാൻ കരുതുന്നു. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ വീഡിയോസ് എല്ലാവരുടെ അടുത്തും പോയി സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറയില്ല. നോർമലി നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പറയേണ്ട രീതിയിൽ പറയും. ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പോയിട്ട് എന്റെ വീഡിയോ കാണണം അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഞാൻ പറയില്ല. കാരണം എന്റെ വീഡിയോ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട്, അതായത് അവർക്കൊരു ഇഷ്ടം തോന്നില്ല, ഈ വീഡിയോ നമ്മൾ കണ്ട് നമുക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നവര് സബ്സ്ക്രൈബ് ചെയ്തോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ അതിനു വേണ്ടി സബ്സ്ക്രൈബ് കൂട്ടാൻ വേണ്ടിയിട്ടൊന്നും പരിശ്രമങ്ങൾ ചെയ്യാറില്ല. നമ്മൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മളെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാനിപ്പോൾ ആരെ പരിചയപ്പെട്ടാലും പറയാനൊന്നും പോകില്ല. എന്നിരുന്നാലും ഇങ്ങനെ സബ്സ്ക്രൈബ് കൂടി വരും. ഇപ്പൊ ഞാനാണെങ്കിൽ ഇപ്പൊ ഞാനൊരു റീൽസ് കാണാണ്, എനിക്കത് ഇഷ്ടമായാൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പൊ നമുക്കത് ഇഷ്ടമായാണെങ്കിൽ നമ്മൾ ചെയ്യും. അപ്പൊ അങ്ങനെ നമ്മളുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുന്നത് ചെയ്തോട്ടെ എന്നുള്ള രീതിയിലാണ്. അങ്ങനെയുള്ള ആളുകൾ മതി. അവർക്ക് ഇപ്പൊ അവര് കാണുന്നവര് ചിലപ്പോൾ മെയിൽ ആയിരിക്കാം, ഫീമെയിൽ ആയിരിക്കാം, ട്രാൻസ് ആയിരിക്കാം. അപ്പോൾ അവർക്ക് വേറൊരാൾക്ക് അത് ഉപകാരമുള്ള വീഡിയോ ആണെന്ന് തോന്നി അവരത് ഷെയർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്ന സമൂഹത്തിൽ എന്തെങ്കിലും നല്ലത്, അല്ലെങ്കിൽ ഒരു ട്രാൻസിന് പുറത്തു വരുന്ന സമയത്ത് അവർക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്കൊരു ഹെൽപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളുടെ എക്സ്പീരിയൻസിലൂടെ അവർക്കൊരു സൊല്യൂഷൻ കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഞാനിപ്പോൾ ഹാപ്പിയാണ്. ജോലിപരമായിട്ടാണെങ്കിലും ഫാമിലി പരമായിട്ടാണെങ്കിലും കുഴപ്പമില്ല. ചെറിയ ചെറിയ വിഷമങ്ങൾ എനിക്കുണ്ട്. വിഷമങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാൻ ഓരോ കഥകളായിട്ട് പറയും. എൻ്റെ സ്റ്റോറി സീരിയൽ കഥ പോലെ അങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. ആ സീരിയൽ കഥ എന്ന് പറയുമ്പോഴാണ് ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് പുറത്ത് ഇത് പറഞ്ഞ പോലെ ഷെൽട്ടർ ഹോമിക്ക് ഞാൻ ഡാൻസിന് പോകുമ്പോൾ പോവായിരുന്നു. അപ്പോൾ പോയപ്പോൾ ഒരാള്, അപ്പൊ ഞാൻ മുടിയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ,
അവരെന്നിട്ട് ഐഡന്റിഫൈ ചെയ്തു, നിങ്ങൾ യൂട്യൂബ് വ്ളോഗറാണ് ചോദിച്ചു. അപ്പൊ ഞാൻ അതെ, നിങ്ങളുടെ വീഡിയോ ഇപ്പൊ ഞാൻ കണ്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കൊരു സന്തോഷമാണ്, നമ്മൾ നേരിട്ട് അവർ കാണുമ്പോൾ അവർക്കൊരു സന്തോഷം, നമ്മളെ നേരിട്ട് വന്നിട്ട് അഭിപ്രായം പറയുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ. എന്നിട്ട് അവർ പറയും നിന്റെ വീഡിയോ കേട്ടിരിക്കുന്ന നല്ല രസാന്ന് പറയും. പക്ഷെ ഞാൻ എൻ്റെ ഒരു ക്യാരക്ടറാണിത്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഈ പറഞ്ഞ പോലെ ഞാനൊരു തവണ എൻ്റെ ഒരു കൂട്ടുകാരുടെ കൂടെ ലേസർ ചെയ്യാൻ വേണ്ടി ഡാക്കിൽ പോയിട്ടുണ്ടായിരുന്നു, പൈപ്പ് ലൈൻ. അപ്പോഴും ഇങ്ങനെ ഞാൻ നടക്കുമ്പോൾ ഒരാളിങ്ങനെ ഹനില ഹനില എന്ന് പറഞ്ഞ് വിളിച്ചു. പക്ഷെ ഞാൻ എവിടെ നിന്ന് ഈ ശബ്ദം ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പൊ ഒരു കുട്ടി ഇങ്ങനെ വന്ന് സംസാരിച്ചു, യൂട്യൂബ് വ്ളോഗർ അല്ലേ ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അപ്പൊ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്, അപ്പൊ നമ്പർ വേണമെന്ന് പറഞ്ഞു. നമ്പറൊക്കെ കൊടുത്തു, സംസാരിച്ചു. അപ്പൊ നമുക്കൊരു സന്തോഷമാണ്. പിന്നെ ഞാൻ കുച്ചിപ്പുടി പഠിക്കുന്നുണ്ട്. അപ്പൊ എന്റെ മിസ് എന്റെ കുച്ചിപ്പുടി ക്ലാസ്സിൽ ഞാൻ ആരടുത്തും പറഞ്ഞിട്ടില്ല യൂട്യൂബർ ആണെന്നുള്ള കാര്യം. പക്ഷെ അവസാനം കഴിയുന്ന സമയത്തിൽ എല്ലാവരും മനസ്സിലാക്കി. എല്ലാവരും എന്റെ വീഡിയോസ് കണ്ടിട്ട് വന്ന് പറഞ്ഞു യൂട്യൂബ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ എന്ന്. കുറെ കഴിഞ്ഞിട്ട് അവർ അറിഞ്ഞത്. ഞാൻ ആരടുത്തും പറഞ്ഞില്ല, അവരെന്നെ മനസ്സിലാക്കി ഇങ്ങോട്ട് ചോദിച്ചു. പിന്നെ അതിലൊരു അതിശയം എന്ന് പറയുമ്പോൾ അവിടെ ഒരു മിസ് ഉണ്ട്, ട്രാൻസ് തന്നെയാണ്. അപ്പോ അവര് ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്. ഞാനും അവരെ കണ്ടിട്ടുണ്ട്, അവർ എന്നെയും കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരു ദിവസം എല്ലാവരും ഒരുങ്ങി വരാൻ പറഞ്ഞപ്പോൾ ഞാൻ മുടിയൊക്കെ ഇങ്ങനെ പിന്നി കെട്ടിയിട്ട് പോയി. ആ മുടി വെച്ചിട്ട് പോയപ്പോഴാണ് ആ മിസ്സിന് മനസ്സിലായത്. എൻ്റെ അടുത്ത് ചോദിച്ചു നിങ്ങൾ യൂട്യൂബ് വ്ളോഗർ അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അതേന്ന് പറഞ്ഞു. പക്ഷെ എനിക്കൊരു സന്തോഷം എന്ന് പറയുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ തമ്മിൽ കാണുന്നുണ്ട്. ആ മിസ്സും കാണുന്നുണ്ട്. അവര് ഭരതനാട്യമാണ് പഠിപ്പിക്കുന്നത്, ഞങ്ങൾ കുച്ചിപ്പുടിയാണ്. ആ മിസ് എന്നെയും കാണുന്നുണ്ട്, ഞാൻ ആ മിസ്സിനെയും കാണുന്നുണ്ട്. പിന്നെ ഓഡിഷന് പോയിട്ടുണ്ടായിരുന്നു ആ പേര് ഞാൻ പറഞ്ഞു. ഒരു ഓഡിഷൻ, അനന്യൻ പദ്ധതിയുടെ ഒരു ഓഡിഷന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴും അവരെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോ അങ്ങനെ കുറെ തവണ ഞങ്ങളെ തമ്മിൽ കണ്ടിട്ടുണ്ട്. പഠിപ്പിക്കുന്ന മിസ്സാവുമ്പോൾ ഞങ്ങളുടെ ബാച്ച് കഴിഞ്ഞിട്ടാണല്ലോ അവര് വരുന്നത്. അപ്പൊ അങ്ങനെ കാണുന്ന സമയത്ത് അവരും ട്രാൻസ് തന്നെയാണ്. അവർ ഐഡന്റിഫൈ ചെയ്തില്ല. പക്ഷെ ഞാൻ മുടി വെച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഞാനാണ്, അനിലയാണ്. നമ്മളെ പേര് പറഞ്ഞാലും ചിലപ്പോൾ നമ്മളെ യൂട്യൂബർ ആണെന്നുള്ളത് ചിലപ്പോൾ അവരറിയില്ല. അപ്പൊ നമുക്കൊരു സന്തോഷമാണ്. പിന്നെ അതേപോലെ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ കൂട്ടുകാരി ഉണ്ട്. ഞങ്ങളിങ്ങനെ പലതവണ മറൈൻ ഡ്രൈവ് ലെക്ചർ കാണും. അതായത് അവളുടെ കൂട്ടുകാരി എന്നുള്ള രീതിയിൽ എന്നെ എവിടെ കണ്ടാലും സംസാരിക്കും. ഞാനും എൻ്റെ കൂട്ടുകാരിയുടെ കൂട്ടുകാരിയാണെന്നുള്ള ഇതിൽ സംസാരിക്കും. പക്ഷെ തമ്മിൽ പേരറിയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ക്ലാസ്സിൽ വരുമ്പോൾ അവളും ക്ലാസ്സിൽ വന്നിട്ടുണ്ട്. അവള് പഠിക്കുന്നുണ്ടെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അവള് ഭരതനാട്യം, ഞാൻ കുച്ചിപ്പുടിയാണ്. അപ്പൊ ഞാൻ മുടി വെച്ചപ്പോഴാണ് അവൾ എന്നോട് ചോദിച്ചു യൂട്യൂബ് വ്ളോഗർ അല്ലേ എന്ന്. പക്ഷെ പലതവണ ഞങ്ങൾ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ആ വ്യക്തിയാന്നുള്ളത് ഇവൾക്ക് അറിയില്ലായിരുന്നു. പിന്നീട് അവൾ മനസ്സിലാക്കി ആ വ്യക്തിയാണ് ഈ വ്യക്തി എന്ന് മനസ്സിലാക്കിയോന്ന് അറിയില്ല. അതേന്ന് ഞാൻ പറഞ്ഞു. പിന്നെ എനിക്ക് ആ സമയത്ത് പോകുന്ന തിരക്കിൽ ഞാൻ പറഞ്ഞില്ല, നമ്മൾ കുറെ സംസാരിച്ചിട്ടുണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അത് വേറെ ആളും ചിന്തിച്ചോ, ഇനിയിപ്പോ ആ വ്യക്തിയാണ് ഈ വ്യക്തി മനസ്സിലാക്കിയോന്ന് അറിയില്ല. പക്ഷെ ഞാൻ മുടി വെച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഞാനാണ്. പക്ഷെ അവരൊക്കെ എന്റെ വീഡിയോയിൽ കണ്ടിട്ടേ ഉള്ളൂ. നേരിട്ട് ഞാൻ മുടി വെട്ടി നടക്കണോണ്ട് എങ്ങനെ ആരും ഐഡന്റിഫൈ ചെയ്യാറില്ല. അതുപോലെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ, പൂരത്തിനാണെങ്കിലും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ സ്ത്രീകളും എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാറുണ്ട്. നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. ചിലപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയിട്ട് അവരുടെ വീടിന്റെ അവിടെ വെറുതെ ഒന്ന് വാക്കിങ്ങിന് പോയി. അപ്പോ അവരിങ്ങനെ വന്ന് സംസാരിക്കുമ്പോൾ നമുക്കൊരു കൗതുകമാണ്. കാരണം നമ്മളുടെ അടുത്ത വീട്ടുകാരെ നമ്മളെ നോക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമാണ്. അതുപോലെ ഇപ്പൊ എന്റെ നാട്ടിലാണെങ്കിലും അത്യാവശ്യം എല്ലാവരും അറിഞ്ഞു തുടങ്ങി. ഞാൻ ആരുടെ പറഞ്ഞിട്ടില്ല യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. പക്ഷെ എല്ലാവരും ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി, യൂട്യൂബ് വീഡിയോസ് ചെയ്യാറുണ്ട് അല്ലെ, മകന്റെ ഫോണിൽ കണ്ടു, മോളുടെ ഫോണിൽ കണ്ടു, അങ്ങനെ എല്ലാവരും ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. പക്ഷെ അങ്ങനെ ചോദിക്കുന്നത് നമുക്കൊരു സന്തോഷമാണ്. നമുക്ക് അവർ അത്രയും അക്സെപ്റ്റൻസ് തരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ അവരിത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു റെസ്പെക്റ്റും അക്സെപ്റ്റൻസും ഉള്ളത് കൊണ്ടാണ് അവർ കാണുന്നത്, നമ്മളെ അടുത്ത് ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുന്നത് നമുക്കൊരു സന്തോഷം തന്നെയാണ്. അങ്ങനെ ചെറിയ ചെറിയ സന്തോഷങ്ങളുണ്ട്. പക്ഷെ വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് റിസ്കുകൾ ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഫ്യൂച്ചറിൽ എനിക്ക് ഈസി ആയിട്ടൊക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ജോലിയാണ്. എനിക്ക് ജോലി ചെയ്തിട്ട് കുറച്ച് ഏണിങ്സ് ഒക്കെ കൂട്ടണം എന്നാണ് ആഗ്രഹം. പിന്നെ വീഡിയോസ് ഒരു സോഷ്യൽ വർക്ക് എന്ന രീതിയിൽ വല്ലപ്പോഴൊക്കെ ചെയ്യണമെന്നാണ്. മാക്സിമം മാസത്തിലൊരു വീഡിയോ എങ്കിലും ഇടാൻ കരുതുന്നു. പറ്റുമെങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടാം, അല്ലെങ്കിൽ ഒരു മാസത്തിലൊക്കെ ഞാൻ വീഡിയോസ് ഇടുകയുള്ളൂ. അപ്പോൾ ഞാൻ 7 മണിക്കാണ് എൻ്റെ ചാനലിലെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഡെയിലി നിങ്ങൾ നോക്കുക. ചിലപ്പോൾ ഒരു ദിവസം വീഡിയോസ് കണ്ടില്ലെങ്കിൽ വിഷമിക്കൊന്നും ചെയ്യരുത്. എൻ്റെ അക്കൗണ്ടിൽ കയറിയിട്ട് ഇപ്പം നിങ്ങൾ യൂട്യൂബിൽ കയറിയിട്ട് ഹനില എന്ന് അടിച്ചിട്ട് അക്കൗണ്ടിൽ കയറിയിട്ട് വീഡിയോസിൽ നോക്കിയാൽ ഫസ്റ്റ് വീഡിയോ നോക്കിയാൽ മതി. അപ്പം നമ്മൾ കണ്ടതാണോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുമല്ലോ. ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ
ഞാൻ സ്ഥിരമായിട്ട് ഇടുന്നതുകൊണ്ട് ഏത് ടൈമിൽ എപ്പോഴായിട്ടൊന്നും അറിയില്ലല്ലോ. 7 മണിക്ക് ഇടാറ്, പക്ഷെ ഏത് ദിവസങ്ങളിലാണ് ഇടുന്നതെന്ന് അറിയില്ല. അതിന് പ്രോപ്പറായിട്ട് ഞാൻ ഒരു ടൈമിംഗ് വെച്ചിട്ടില്ല, അല്ലെങ്കിൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇടുന്നത്, സമയത്തിനനുസരിച്ചാണ് ഞാൻ പോസ്റ്റ് ചെയ്യണത്. പിന്നെ നിങ്ങൾ കമന്റ് ചെയ്യണം, നിങ്ങൾക്ക് ഏത് സമയത്താണ് വീഡിയോ കാണാനായിട്ട് ഫ്രീ ആയിട്ടുള്ളത്. മെജോറിറ്റി നോക്കിയിട്ട് ഞാൻ ഇടാം. ഞാനിപ്പോൾ 7 മണിക്കാണ് ഇടുന്നത്, പക്ഷെ നിങ്ങൾക്ക് സൗകര്യം ഏത് സമയമാണെന്ന് കൂടെ പറയണം, ഏത് ദിവസങ്ങളിലൊക്കെയാണ് കാണാൻ സാധിക്കാന്ന് പറയണം. അപ്പം ഞാൻ അതിനനുസരിച്ച് ഇടാം, മെജോറിറ്റി ആയിട്ടുള്ള കമന്റ്സിനനുസരിച്ച് ഇടാം. അപ്പം ഞാനിങ്ങനെ മാസത്തിൽ ഇടാന്ന് വിചാരിക്കുന്നു. അപ്പം എനിക്ക് 30 ദിവസം വർക്ക് ചെയ്തിട്ട് ഒരു ദിവസം ഇതിന് വേണ്ടിയിട്ട് ടൈം കളഞ്ഞാൽ മതിയല്ലോ. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എഡിറ്റ് ചെയ്യുള്ളൂ. എനിക്ക് അങ്ങനെ ഒറ്റയടിക്ക് ചെയ്യാൻ ഇഷ്ടമല്ല. ഇതിപ്പോൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു, അതൊരു പണിയാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെക്കും, തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. പിറ്റേ ദിവസം എഡിറ്റ് ചെയ്യുള്ളൂ. 2-3 തവണ വീഡിയോസ് കണ്ടിട്ട് പിന്നെ തംബ്നെയിൽ പോസ്റ്റ് ചെയ്യും. പിന്നെ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ടൈപ്പ് ചെയ്ത് ടാഗൊക്കെ ചെയ്തിട്ടാണ് പോസ്റ്റ് ചെയ്യാറ്. അപ്പം എന്തായാലും 2-3 ദിവസത്തെ പണിയായിരിക്കും. അപ്പം ഞാൻ എൻ്റെ ഹാപ്പിനെസ് നിങ്ങളടുത്ത് ഷെയർ ചെയ്തു. നിങ്ങളും സന്തോഷമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വൈകാതെ ഫുൾ മോണിറ്റൈസേഷനും ആവും. അത് ഞാൻ വീഡിയോസ് ഇട്ടില്ലെങ്കിലും എൻ്റെ വീഡിയോസ് ഇങ്ങനെ ഓരോരുത്തർ കാണുന്നുണ്ട്, അതിലിങ്ങനെ ഗ്രാഫിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ നിർത്താണ്. എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി.